ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈഡ് ലൈൻ ഫുട്ബോൾ. സോ ഈ സാറ്റർഡേ പ്രീമിയർ ലീഗിൽ ഒരുപാട് നല്ല മത്സരം ഉണ്ടായിരുന്നു. ഒരേ സമയത്ത് തന്നെ ഒരുപാട് മത്സരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. സോ നമുക്ക് കാണാൻ പറ്റിയത് വൂൾസ് വേഴ്സസ് ആർസണൽ മാച്ചാണ്. വൂൾസിൻ്റെ ഹോം മാച്ചായിരുന്നു. സോ നമ്മൾ വാച്ചലോങ്ങൊക്കെ പോയിരുന്ന മാച്ചാണ്. സോ ആ ഒരു മാച്ചിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. സോ ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ, ഈ ഒരു മത്സരത്തിൽ കളിക്കാരോ അല്ലെങ്കിൽ വിന്നിംഗ് ഗോൾ നേടിയ താരമോ കോച്ചുമാരോ ഒന്നുമല്ല താരം. മൈക്കിൾ ഒലിവറാണ് താരം. റഫറിയാണ് താരം. അജാതി പെർഫോമൻസ് അല്ലേ മച്ചാൻ ഈ ഒരു മത്സരത്തിൽ കാഴ്ചവെച്ചു. കോൺട്രവേഴ്ഷ്യൽ എന്നൊക്കെ പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും ചിലപ്പോൾ. അജാതി ഡിസിഷൻ മേക്കിംഗ് ആണ് മച്ചാൻ്റെ. സോ എന്തായാലും 43-ാമത്തെ മിനിറ്റിൽ ആർസണൽ യങ്സ്റ്റർ ആയ ലൂയിസ് കെല്ലിക്ക് ഡയറക്റ്റ് റെഡ് കാർഡാണ് മൈക്കിൾ ഒലിവർ കൊടുത്തത്. സോ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. നമുക്ക് ആദ്യം മത്സരത്തിൻ്റെ ഒരു ലൈനപ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വൂൾസ് കോച്ചായ വിക്ടർ പെരേരയ്ക്ക് കീഴിൽ ഒരു 3-4-2-1 ഫോർമേഷനിലാണ് അണിനിരന്നിരുന്നത്. ആർസണലാണെങ്കിൽ സ്ഥിരം 4-3-3 ഫോർമേഷനിലായിരുന്നു. പക്ഷെ അതിലും പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർസണൽ 2 ഇഞ്ചുറി കൺസേൺസ് പുതിയതായിട്ട് വന്നിരുന്നു എന്നുള്ളതാണ്. ക്യാപ്റ്റനായ മാർട്ടിൻ ഒഡെഗാർഡും മിഡ്ഫീൽഡറായ മിക്കേൽ മെറീനോയും ഈ ഒരു മത്സരത്തിൽ കളിക്കാൻ ഇറങ്ങിയില്ല. അപ്പോൾ അതിൻ്റെ മത്സരത്തിന് മുമ്പായിട്ട് മിക്കേൽ ആർട്ടറ്റ പറഞ്ഞത് ക്യാപ്റ്റന് രാവിലെ എണീറ്റപ്പോൾ ചെറിയ വയ്യായിക ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഈ ഒരു മത്സരത്തിന് ഫിറ്റ് അല്ല, അതുകൊണ്ട് കളിക്കാൻ ഇറങ്ങുന്നില്ല എന്നാണ് പറഞ്ഞത്. മിക്കേൽ മെറീനോയുടെ കാര്യം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ നോക്ക് കിട്ടിയിട്ടുണ്ട്. സോ അദ്ദേഹം ട്രെയിനിങ് സെക്ഷൻസ് മിസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു, അതുകൊണ്ട് ഈ ഒരു മത്സരത്തിന് ഇല്ല എന്നാണ് മിക്കേൽ ആർട്ടറ്റ അറിയിച്ചിരുന്നത്. സോ അതുകൊണ്ട് മിഡ്ഫീൽഡിൽ ഒഡെഗാർഡിന് പകരമായിട്ട് ഇറങ്ങിയത് ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചെത്തിയ ഈതൻ ന്വാനറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ റൈറ്റ് വിങ്ങിൽ മാർട്ടിനെല്ലിയാണ് സ്റ്റാർട്ട് ചെയ്തത്, ലെഫ്റ്റ് വിങ്ങിൽ ട്രൊസാർഡും. സോ ഞാൻ ആക്ച്വലി എക്സ്പെക്ട് ചെയ്തത് മാർട്ടിനെല്ലി ലെഫ്റ്റ് വിങ്ങിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കാരണം മാർട്ടിനെല്ലി കുറച്ച് നാളായിട്ട് ആ ഒരു പഴയ ഫോമിലേക്ക് ഞാൻ പറയുന്നത്, എന്നാലും കുറച്ച് പോസിറ്റീവായുള്ള പെർഫോമൻസ് നടത്തി വരുമായിരുന്നു ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ക്യാപ്റ്റനും കൂടി ഇഞ്ചുറി ആയതുകൊണ്ട് ഈതൻ ന്വാനറിക്ക് ആ റൈറ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യാനും പറ്റില്ല. സ്റ്റെർലിങ്ങിൽ മിക്കേൽ ആർട്ടറ്റയ്ക്ക് അത്ര വിശ്വാസവും പോരാ, അതുകൊണ്ട് ഈതൻ ന്വാനറിക്ക് മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി കളിക്കേണ്ടി വന്നു, മാർട്ടിനെല്ലിക്ക് റൈറ്റ് വിങ്ങിൽ കളിക്കേണ്ടി വന്നു. അതുപോലെ മറ്റൊരു നല്ല കാര്യം എന്ന് പറയുന്നത് സാലിബ ചെറിയൊരു ഇഞ്ചുറി കൺസേണിനൊക്കെ ശേഷം തിരിച്ച് ടീമിലേക്ക് സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതാണ്. ആൻഡ് റൈറ്റ് ബാക്കിൽ ജൂലിയൻ ടിംബർ തന്നെയായിരുന്നു. ലെഫ്റ്റിൽ കലഫ്യൂരിക്ക് പകരം ഈ പറഞ്ഞ പോലെ ലൂയിസ് കെല്ലിയാണ് സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഉണ്ടായത്. ഞാൻ എക്സ്പെക്ട് ചെയ്ത് കലഫ്യൂരി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, പക്ഷേ ലൂയിസ് കെല്ലിയാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ മത്സരത്തിന് മുന്നോടി നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു ആർസണലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഡോമിനേറ്റിംഗ് ഗെയിം ഈ ഒരു മത്സരത്തിൽ ഉണ്ടാകുമെന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നു. കാരണം ആർസണലിൻ്റെ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബോൾ പൊസിഷനും കാര്യങ്ങളൊക്കെ ആർസണലിൻ്റെ ഭാഗത്തുണ്ട്. അറ്റാക്കിംഗ് ഫ്രീക്വൻസി കാര്യമായിട്ടില്ലെങ്കിലും ബോൾ പൊസിഷനും ആ ഒരു ഡോമിനേഷനും കീപ്പ് ചെയ്യാൻ ആർസണലിന് പറ്റാറുണ്ട്. അത് തന്നെ ഈ ഒരു മത്സരത്തേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തായിരുന്നു. പക്ഷേ മത്സരം തുടങ്ങി കഴിഞ്ഞപ്പോൾ അതായിരുന്നില്ല അവസ്ഥ. ഒരു ഡോമിനേറ്റിംഗ് ഗെയിം കളിക്കാൻ ആർസണലിന് കാര്യമായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിന് എസ്പെഷ്യലി പറയേണ്ട ഒരു കാര്യം, മിഡ്ഫീൽഡിൽ കാര്യമായൊരു ആധിപത്യം ആർസണലിന് കൊണ്ടുവരാൻ പറ്റിയില്ല. ബോൾസ് മിഡ്ഫീൽഡിൽ ലൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്നു. വൂൾസ് പ്ലേയേഴ്സ് മിഡ്ഫീൽഡിൽ പന്ത് റിക്കവർ ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ വന്നു. ബട്ട് എനിവേ വൂൾസിൻ്റെ ഭാഗത്തുനിന്ന് അത്ര അഗ്രസീവായുള്ള കൗണ്ടർ അറ്റാക്സ് വരാത്തതുകൊണ്ട് തന്നെ ആർസണലിൻ്റെ ബോക്സിലേക്ക് അത്ര വലിയ അറ്റാക്സും കാര്യങ്ങളൊന്നും വന്നില്ല. എനിവേ ഫസ്റ്റ് ഹാഫിൽ തന്നെ 2 ടീമുകൾക്ക് അത്യാവശ്യം നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിരുന്നു എന്നുള്ളതാണ്. അതിനകത്ത് ആദ്യം വൂൾസിനാണ് കിട്ടിയത്. വൂൾസ് പ്ലെയറായ സറാബിയയ്ക്ക് നല്ലൊരു അവസരം കിട്ടിയതാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഷോട്ട് പുറത്തേക്കാണ് പോയത്. ഗോൾ കീപ്പറായ ഡേവിഡ് റായ എല്ലാം പൊസിഷനിൽ മാറി നിൽക്കുന്ന സമയമായിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഷോട്ട് പുറത്തേക്കാണ് പോയത്. അതേപോലെ കായ് ഹാവേർട്സിന് 2 തകർപ്പൻ ഹെഡർ അവസരങ്ങൾ കിട്ടിയതാണ്. 2ലും അദ്ദേഹം കണക്ട് ചെയ്തു. ആദ്യം കണക്ട് ചെയ്ത് പോസ്റ്റിന് വെളിയിലേക്കാണ് പോയത്. രണ്ടാമത് കണക്ട് ചെയ്തത് ഗോൾ കീപ്പറായ ജോസെ സേവ് ചെയ്യുകയും ചെയ്തു. സോ നല്ല 2 അവസരങ്ങൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ കായ് ഹാവേർട്സിന് കിട്ടിയതാണ്. മുതലാകാൻ അദ്ദേഹത്തിന് ഈ മത്സരത്തിലും കഴിഞ്ഞില്ല. ഈ ഒരു മത്സരത്തിനും ആ ഒരു നല്ലൊരു ഫോമിലേക്ക് ഉയരാൻ കായ് ഹാവേർട്സിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആൻഡ് അതിനുശേഷം കോർണർ കിക്സും കാര്യങ്ങളൊക്കെ ആർസണൽ വരുന്നുണ്ട്. സോ സെറ്റ് പീസ് FC എന്ന് ചിലപ്പേരുള്ള ആർസണൽ കോർണേഴ്സിൽ നിന്ന് എന്തെങ്കിലും, ഓൾറെഡി ഓപ്പൺ പ്ലേ നിന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യം കോർണേഴ്സിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുമെന്ന് വിചാരിച്ചപ്പോൾ കോർണേഴ്സ് എല്ലാം ഒരു ഡെലിവറീസ് എല്ലാം അത്യാവശ്യം ബിലോ ആവറേജ് ആയിരുന്നു. സോ അതിൽ നിന്നും കാര്യമായ ത്രെറ്റൊന്നും സംഭവിക്കുന്നില്ല. സോ അങ്ങനെ 40 മിനിറ്റൊക്കെ എത്തുന്നു. മത്സരം വളരെ അത്ര ഇൻട്രസ്റ്റിംഗ് ഒന്നും അല്ലാത്ത രീതിയിൽ അത്യാവശ്യം ബോറിംഗ് ആയിട്ടൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് 43-ാമത്തെ മിനിറ്റിൽ ആ ഒരു സംഗതി സംഭവിച്ചത്. ആർസണൽ കോർണറിൽ നിന്ന് പന്ത് റിട്രീവ് ചെയ്ത വൂൾസ് പ്ലെയർ ഡൊഹേർട്ടി എന്ന് പറയുന്ന പ്ലെയർ അവരുടെ ബോക്സിന് പുറത്തേക്ക് ഒരു കൗണ്ടർ അറ്റാക്ക് പന്തുമായിട്ട് ക്യാരി ചെയ്ത് ഇറങ്ങുന്നേ ഉള്ളൂ. അവരുടെ തന്നെ ബോക്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുള്ളൂ. സോ സെക്കൻഡ് ബോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നിരുന്ന ലൂയിസ് കെല്ലി സ്വാഭാവികമായിട്ടും ടാക്റ്റിക്കലി ആ ഒരു പ്ലെയറെ ഫൗൾ ചെയ്ത് ഇടും. കാരണം ഒരുപാട് വൂൾസ് പ്ലെയേഴ്സ് ഒരുമിച്ചാണ് കൗണ്ടർ അറ്റാക്ക് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. സോ മേ ബി അതൊരു ഡേഞ്ചർ സിറ്റുവേഷൻ ആയേക്കാം. സോ ഏതൊരു സെൻസിബിൾ പ്ലെയറും ചെയ്യുന്ന പോലെ 18 വയസ്സുള്ള പ്ലെയറും എന്ത് ചെയ്തു, ഒരു ടാക്റ്റിക്കലി ഇടങ്കാലിട്ട് വീഴ്ത്തി. അത് തന്നെയാണ് സംഭവം. പക്ഷേ ആ വീഴ്ച കഴിഞ്ഞു എല്ലാവരും എക്സ്പെക്ട് ചെയ്തു, ഓക്കെ ഇതൊരു യെല്ലോ കാർഡാണ്,
അതിന് വേറെ ആർഗ്യുമെൻ്റ് ആവശ്യമില്ല, ആരും അറിയാനും പോകുന്നില്ല. പക്ഷെ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് റഫറിയായ മിക്കൽ ഒലിവർ പൊക്കിയത് റെഡ് കാർഡായിരുന്നു. സോ ആർസണൽ പ്ലേയേഴ്സ് എല്ലാം ശരിക്കും സ്റ്റണ്ണർ അടിച്ചു പോയി. ഞാനൊക്കെ വാച്ചിലങ്ങനെ ശരിക്കും സ്റ്റണ്ണർ അടിച്ചു പോയി. എല്ലാവരും ആർസണൽ പ്ലേയേഴ്സ് മൊത്തം റഫറീനെ വളയാണ്. പക്ഷേ റഫറി ഒരു കുലുക്കവും ഇല്ലാതെ അത് റെഡ് കാർഡാണ്, അത് നിമിഷങ്ങൾക്കുള്ളിലാണ്, ഒരുപാട് ചിന്തിക്കാനൊന്നും മൈക്കൽ ഒലിവർ നിന്നില്ല, ഉടനെ തന്നെ റെഡ് കാർഡ് വിളിക്കുകയാണ് ചെയ്തത്. സോ അതിനുശേഷം VAR ചെക്കിന് പോയി, അതായിരുന്നു ആകെയുള്ള പ്രതീക്ഷ. പക്ഷേ VARും അത് സീരിയസ് ഫൗൾ പ്ലേ എന്നുള്ള രീതിയിൽ അത് ആ റെഡ് കാർഡിന് ശരിവെച്ചു എന്നുള്ളതാണ്. റഫറിയെ മിക്കൽ ഒലിവറിനെ സ്ക്രീനിലേക്ക് വിളിക്കാനോ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനോ ഒന്നും VAR മുതിർന്നില്ല. VAR ആ ഒരു മിക്കൽ ഒലിവറിൻ്റെ ആ ഒരു തീരുമാനത്തിനോട് യോജിക്കുകയായിരുന്നു. സീരിയസ് ഫൗൾ പ്ലേ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സോ ഇനി എൻ്റെ ചോദ്യം ഇതാണ്, അതെങ്ങനെയാണ് സീരിയസ് ഫൗൾ പ്ലേ ആകുന്നതെന്നുള്ളത്. സ്റ്റഡ് കാണിച്ച് ഒരു പ്ലെയറിൻ്റെ ആംഗിളിലോ അതിന് മുകളിലേക്കോ ചവിട്ട് കിട്ടിയാലാണ് അത് സീരിയസ് ഫൗൾ പ്ലേ എന്നൊരു നിയമമുണ്ട്. ബൈ ലൈൻ നോക്കണമെങ്കിൽ ഒരു നിയമമുണ്ട്. പക്ഷെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇവിടെ സൈഡ് ആംഗിളിൽ നിന്നൊരു പ്ലെയർ ഇടങ്കാലിടുമ്പോൾ എങ്ങനെയാണ് സ്റ്റഡ് കാണാതിരിക്കുക? എങ്ങനെയാണ് ആ ഒരു ആംഗിളിൽ നിന്ന് സ്റ്റഡ് കാണാതെ ആ ഒരു പ്ലെയറിന് ഇടങ്കാലിടാൻ പറ്റുക? വല്ല സ്ലൈഡിങ് ടാക്കിൾ ചെയ്യേണ്ടി വരും. ആ ഒരു മൊമെൻറ്റിൽ അത് പറ്റത്തുമില്ല. സോ എങ്ങനെയാണ് അതൊരു ഡേഞ്ചറസ് ഫൗൾ പ്ലേ ആയിട്ട് മിക്കൽ ഒലിവറിന് തോന്നിയത്, അല്ലെങ്കിൽ VARലെ ഏമാന്മാർക്ക് തോന്നിയത് എന്നുള്ളത് വല്ലാത്തൊരു കൺഫ്യൂഷനാണ്. കാരണം ആ ഒരു മിക്കൽ ഒലിവറിൻ്റെ ഈ ഒരു കോൺട്രവേഴ്ഷ്യൽ ഡിസിഷനെ ബാക്ക് ചെയ്യുന്ന ആർസണൽ ഫാൻസിന് ബാക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഇൻസിഡന്റ് കൂടി ആ ഒരു മത്സരത്തിൽ നടന്നു എന്നുള്ളതാണ്. സെക്കൻഡ് ഹാഫിൽ വൂൾസിൻ്റെ ഒരു പ്ലെയറും റെഡ് കാർഡ് മേടിച്ചു പോയിരുന്നു. പക്ഷേ അത് സെക്കൻഡ് യെല്ലോ ആയിരുന്നു. ജാവോ ഗോമസ് എന്ന് പറഞ്ഞ പ്ലെയർ ഇതേപോലെ ടിംബറിൻ്റെ കാലുകളിലേക്ക് ആംഗിളിലേക്ക് സ്റ്റഡ് കാണിച്ച് പഞ്ച് ചെയ്തതിന്, മീൻസ് ലെഗ് ലാൻഡ് ചെയ്തതിന് അദ്ദേഹത്തിന് സെക്കൻഡ് യെല്ലോ ആണ് കൊടുത്തത്. എന്തുകൊണ്ട് അവിടെ ഡയറക്റ്റ് റെഡ് കാർഡ് വന്നില്ല എന്നുള്ള ചോദ്യം വരികയാണ്. സോ എനിവേ സെക്കൻഡ് ഹാഫിൽ അങ്ങനെ ഒരു 70ാമത്തെ മിനിറ്റിലാണ് ഈ ഒരു സംഗതി നടന്നത്. സോ അങ്ങനെ 10 vs 10 എന്നുള്ള കണ്ടീഷനിലേക്ക് മാറി. പക്ഷേ ഇപ്പോഴും എല്ലാവരും ചോദിക്കുന്നത്, എന്താണ് മൈക്കൽ ഒലിവറിന് ഈ ഒരു ആർസണലിനോട് ഇത്ര ദേഷ്യം എന്നുള്ളൊരു ആൻറ്റി ആർസണൽ അജണ്ട എന്താണ് മൈക്കൽ ഒലിവറിൻ്റെ, അല്ലെങ്കിൽ PGMOളുടെ എന്താണ് ഇങ്ങനൊരു അജണ്ട എന്നുള്ളത് മനസ്സിലാവുന്നില്ല. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ ഒരു സീസണിൽ തന്നെ 4ാമത്തെ വട്ടമാണ് ഒരു ആർസണൽ പ്ലെയർ സെൻഡ് ഓഫ് വാങ്ങുന്നത്. സിറ്റി ആയിട്ടുള്ള മത്സരത്തിൽ മിക്കൽ ഒലിവറിൻ്റെ തന്നെ 2ാമത്തെ റെഡ് കാർഡാണ് ആർസണലിന് കൊടുക്കുന്നത്. സിറ്റി ആയിട്ടുള്ള മത്സരത്തിൽ, സിറ്റിയുടെ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരം, ജയിക്കേണ്ട മത്സരമായിരുന്നു. ആ ഒരു മത്സരത്തിൽ ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനത്തിന് മുന്നോടി ട്രൊസാർഡിന് ഇതേപോലൊരു റെഡ് കാർഡ് സെൻഡ് ഓഫ് അദ്ദേഹം കൊടുക്കുന്നുണ്ടായിരുന്നു. വിസിൽ വിളിച്ച് തൊട്ടടുത്ത നിമിഷം തന്നെ പന്ത് അടിച്ച് തെറിപ്പിച്ചതിന് ടൈം വേസ്റ്റിംഗ് എന്നുള്ള പേരിൽ അദ്ദേഹത്തിന് സെൻഡ് ഓഫ് ഒരു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സോ അന്നേ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ വളരെയധികം ചോദ്യം ചെയ്യപ്പെട്ട ഒരുപാട് ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ്. പക്ഷെ ഇന്ന് ഈ ഒരു ഇതിലേക്ക് വരുമ്പോൾ അതിനേക്കാളും വളരെ ബ്ലാറ്റൻ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ ആയിട്ട് തോന്നി. കാരണം അത് ബൂൾസിൻ്റെ ബോക്സിൽ നിന്ന് അവിടെ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ആർസണലിൻ്റെ ഹാഫിലേക്ക് അടുത്തേക്ക് പോലും എത്തിയിട്ടില്ല. അവിടെയാണ് ആ ഒരു ട്രിപ്പ് ചെയ്ത ആ ഒരു പ്ലെയർ ഇടുന്നതിന് ഡയറക്റ്റ് റെഡ് വിളിക്കുന്നത്. യെല്ലോ കാർഡാണ്, അതിന് വേറെ സംശയമില്ല, അതൊരു ടാക്റ്റിക്കൽ ഫൗളാണ്. പക്ഷെ ഡയറക്റ്റ് റെഡ് കാർഡ് വിളിക്കുന്ന അവിടെയാണ്. എന്ത് പറയാൻ, അത് ഒരുപാട് ആർസണൽ പ്ലേയേഴ്സ് ഒരുപാട് ബാധിച്ചു നോക്കി. എന്ത് കാര്യം, VARനെ സംബന്ധിച്ചതിൽ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. 18 വയസ്സുകാരൻ തല താഴ്ത്തി അങ്ങനെ കളത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആർസണൽ ഒരു നല്ലൊരു ചേഞ്ച് നടത്തി. മിഡ്ഫീൽഡിൽ അത്ര അങ്ങോട്ട് എഫക്റ്റ് ഇല്ലാതിരുന്ന, ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റാതിരുന്ന ഈതൻ ന്യൂനറി മാറ്റിക്കൊണ്ട് കലഫിയോറിനെ ഇറക്കി എന്നുള്ളതാണ്. സോ കലഫിയോറിയാണ് ശരിക്കും മത്സരത്തിൽ ആർസണലിൻ്റെ രക്ഷകനായത് എന്നുള്ളതാണ്. സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ വൂൾസിന് അത്യാവശ്യം ഒരു 1 man അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. 10-25 മിനിറ്റോളം 70 മിനിറ്റോളം ആ ഒരു അഡ്വാൻറ്റേജ് അവർക്കുണ്ടായിരുന്നു. പക്ഷേ ആർസണൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഹോൾഡ് ഓഫ് ചെയ്തു. ആർസണൽ ഡിഫൻസും ഗോൾ കീപ്പറായ ഡേവിഡ് റായ് കുറേ കാലത്തിന് ശേഷം കുറച്ചും ഒരു എന്താ പറയുക ക്ലച്ച്, അദ്ദേഹത്തിന് ഭാഗത്ത് സേവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഒരു ക്ലച്ച് പെർഫോമൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പെർഫോമൻസ് എഗെയിൻ അദ്ദേഹം പുറത്തെടുത്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് എന്താ പറയുക കിഡിലൻ സേവുകളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഈ ഒരു മത്സരത്തിൽ ആർസണലിന് വളരെയധികം വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു ഡേവിഡ് റായ എന്ന് പറയുന്ന പ്ലെയർ. എനിവേ മത്സരം മുന്നോട്ട് പോയി. 70ാമത്തെ മിനിറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സെക്കൻഡ് യെല്ലോ മേടിച്ച് ജാവോ ഗോമസ് പടിയിറങ്ങി. അപ്പോൾ അങ്ങനെ 10 vs 10 എന്നുള്ള സിറ്റുവേഷനിലേക്ക് അഗെയിൻ വന്നു. 4 നിമിഷത്തിനുള്ളിൽ കലഫിയോറി ഗോൾ സ്കോർ ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു പ്ലേയിങ് ഫീൽഡ് ഈവൺ ആയപ്പോൾ തന്നെ ആർസണലിന് അത് പിന്നെ ആർസണൽ ഒട്ടും കാത്തു നിന്നില്ല. ആ ഒരു ലീഡിങ് ഗോൾ നേടാൻ ആർസണലിന് കഴിഞ്ഞു. മാർട്ടിനെല്ലിയുടെ വക റൈറ്റ് വിങ്ങിൽ നിന്നുള്ള ഒരു ഡയഗണൽ ക്രോസ് ആയിരുന്നു, ലോഫ്റ്റഡ് ക്രോസ് ആയിരുന്നു. സോ അതിലേക്ക് വൂൾസിൻ്റെ ഡിഫൻഡർ ആ പന്ത് തട്ടി അകറ്റുന്നുണ്ട്. പക്ഷെ ആ പന്ത് ചെന്ന് കയറിയത് നേരെ കലഫിയോറിയുടെ കലുകളിലേക്കായിരുന്നു. ഫസ്റ്റ് ടൈം ഷോട്ട് തന്നെയായിരുന്നു. ഗോൾ കീപ്പറായ ജോസ് അവിടെ ബീറ്റണായി. അങ്ങനെ 74ാമത്തെ മിനിറ്റിൽ 10 ആളെ ചുരുങ്ങിയതിന് ശേഷം, 2 ടീമുകളും 10 ആളെ ചുരുങ്ങിയതിന് ശേഷം ആർസണൽ ലീഡ് എടുത്തു എന്നുള്ളതാണ്. അതിനുശേഷമായാലും
വൂൾസിൻ്റെ ഭാഗത്ത് അറ്റാക്സ് ഒക്കെ ഉണ്ടെങ്കിലും ആഴ്സണലിൻ്റെ ഡിഫൻസും ഗോൾ കീപ്പറും അത് വൃത്തിയായിട്ട് ചെറുത്തു നിന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു കംബാക്ക് വിക്ടറിയുടെ മാധുര്യത്തോടെ ആഴ്സണൽ ആ ഒരു മത്സരം പൂർത്തിയാക്കി എന്ന് പറയാം. കാരണം ഫസ്റ്റ് ഹാഫ് കഴിയാറാകുമ്പോഴേക്കും ഓൾറെഡി ഒരു അത്ര എഫക്റ്റീവ് അല്ലാത്തൊരു മത്സരം ഫസ്റ്റ് ഹാഫ് കഴിയാറാകുമ്പോഴേക്കും 10 ആളായിട്ട് ചുരുങ്ങുന്നു. എന്നിട്ട് സെക്കൻഡ് ഹാഫിൽ 10-25 മിനിറ്റ് വോൾസിനെ ചെറുത്ത് നിൽക്കുന്നു. അതിനുശേഷം വോൾസിൻ്റെ ഒരു പ്ലെയർ പുറത്താകുന്നു. അതിനുശേഷം ഉടനെ തന്നെ ഗോൾ നേടുന്നു. അങ്ങനെ മത്സരം വിജയിക്കുന്നു. സോ ഒരു കംബാക്ക് വിക്ടറിയുടെ ഒരു മാതിരി ഈ ഒരു മത്സരത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് ആ ഒരു പ്രീമിയർ ലീഗിൽ എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ അത് നിലനിർത്താൻ ആഴ്സണലിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തിലെ വിജയത്തോടു കൂടി. സോ ഇനി മത്സരത്തെക്കുറിച്ച് ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ ആഴ്സണലിൻ്റെ ഡിഫൻസ് വളരെ സ്റ്റേബിൾ ആയിരുന്നു. സാലിബയും ഗബ്രിയേലും അടങ്ങുന്ന ഡിഫൻസീവ് ലൈൻ വളരെ ഭംഗിയായിട്ട് തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു ഈ ഒരു മത്സരത്തിൽ എന്നുള്ളതാണ്. അതേപോലെ മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഡെക്ലാൻ റൈസിൻ്റെ പേര് എടുത്തു പറയണം. പന്തുമായിട്ട് കുറച്ചുകൂടി അറ്റാക്കിംഗ് ഇൻറ്റൻറ്റുമായിട്ട് പ്രോഗ്രസീവായിട്ട് റൺസ് നടത്താനായിട്ട് ഇപ്പോൾ ഡെക്ലാൻ റൈസ് മുതിരുന്നുണ്ട്. കുറച്ച് മത്സരങ്ങളായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ബോക്സിൽ എഡ്ജ് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ നല്ലൊരു ഷോട്ടൊക്കെ ഉണ്ടായിരുന്ന ഗോൾ കീപ്പറായ ജോസഫ് സേവ് ചെയ്യാണ് ചെയ്തത്. സോ ഡെക്ലാൻ റൈസിൻ്റെ ഭാഗത്ത് കുറച്ചുകൂടി അറ്റാക്കിംഗ് ഇൻറ്റൻറ്റ് കാണുന്നുണ്ട് എന്നുള്ളത് ആഴ്സണലിന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. ആൻഡ് നേരത്തെ പറഞ്ഞാൽ ഇത് ന്യൂനറി അത്ര വലിയൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഓഡെഗാർഡിൻ്റെ ആ ഒരു പൊസിഷൻ റിപ്ലേസ് ചെയ്ത് വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആക്ച്വലി നേരത്തെ പറഞ്ഞാൽ നമ്മൾ റൈറ്റ് വിങ്ങറായിട്ടാണ് അദ്ദേഹം വരുമെന്നാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. സോ ആ ഒരു ഇഞ്ചുറി ആയിരിക്കാം കാര്യങ്ങൾ മാറ്റിമറിച്ചതെന്ന് വിചാരിക്കുന്നു. ആൻഡ് അതേപോലെ കായ് ഹാവേർട്സ്, കുറ്റം പറയാനല്ല അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞത്. അദ്ദേഹത്തിന് ഇവിടെ നല്ല ചാൻസുകൾ കിട്ടി, മുതലാക്കാൻ കഴിഞ്ഞില്ല. ഫസ്റ്റ് ഹാഫിൽ തന്നെ മത്സരത്തിൽ നല്ലൊരു ലീഡ് എടുക്കാനായിട്ട് ആഴ്സണലിന് കഴിയുമായിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം കുറേ മത്സരങ്ങളായിട്ട് വർക്ക് ഹോഴ്സ് പോലെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെ ഒന്ന് മാറ്റി കളിപ്പിക്കാൻ ഒരു പ്ലെയർ പോലും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ആഴ്സണൽ കടന്നു പോകുന്നത്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഇപ്പോൾ അവസാന ദിവസങ്ങളിലേക്കൊക്കെ എത്തുന്നു. ഇപ്പോഴും ഒരു സ്ട്രൈക്കറിൻ്റെ കാര്യത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ല. സോ കായ് ഹാവേർട്സ് കുറേ മത്സരങ്ങളായിട്ട് 90 മിനിറ്റോളം ആഴ്സണലിന് വേണ്ടി കളിക്കുന്ന ഒരു പ്ലെയറാണ്. സോ അദ്ദേഹത്തിന് ക്ഷീണവും കാര്യങ്ങളൊക്കെ വരുന്നതിൽ നമുക്ക് മനസ്സിലാക്കാം. സോ കണ്ണടച്ച് അദ്ദേഹത്തിനെ കുറ്റം പറയുന്നില്ല. ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട് താനും. സോ എനിവേ പിന്നെ പറയാനുള്ള മാർട്ടിനെല്ലിയുടെ കാര്യമാണ്. എനിക്ക് തോന്നുന്നു മാർട്ടിനെല്ലി ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ അത്യാവശ്യം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രോഗ്രസീവായിട്ട് ബിൽഡപ്പ് ചെയ്ത് വരികയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു ഇഞ്ചുറി കാരണം അദ്ദേഹത്തിന് റൈറ്റ് വിങ്ങിലേക്ക് കളിക്കേണ്ടി വന്നു. റൈറ്റ് വിങ്ങിൽ അദ്ദേഹം അത്ര നല്ലൊരു ചോയ്സാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 1-on-1 സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ അദ്ദേഹത്തിന് അത്ര അങ്ങോട്ട് മെച്ചപ്പെടാൻ കഴിയുന്നില്ല. ബട്ട് എനിവേ ആ ഒരു ഗോളിന് ലീഡ് ചെയ്യുന്ന ഡയഗണൽ ക്രോസ് വെച്ചത് ലെഫ്റ്റ് ക്രോസ് വെച്ചത് മാർട്ടിനെല്ലി തന്നെയായിരുന്നു. അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ഓവറോൾ ഡേവിഡ് റായമാൻ പറയാതിരിക്കാൻ വയ്യ. ഈ സീസണിൽ തന്നെ 8ാമത്തെ ക്ലീൻ ഷീറ്റ് അങ്ങനെയാണ് അദ്ദേഹത്തിന്. ഈ ആഴ്സണലിനെ സംബന്ധിച്ച് നോക്കിയാൽ ഒരു 10 ആളെ ചുരുങ്ങിയതിന് ശേഷവും ആ ഒരു ക്ലീൻ ഷീറ്റ് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് ക്ലീൻ ഷീറ്റ് ആഴ്സണലിന് ഇല്ലായിരുന്നു ലീഗിൽ. ഏറെക്കുറെ 10ഓളം മത്സരങ്ങളെ ആഴ്സണലിന് ഒരു ക്ലീൻ ഷീറ്റ് കിട്ടിയിട്ട് തന്നെ. സോ ഈ ഒരു ക്ലീൻ ഷീറ്റും ഡേവിഡ് റായയുടെ ഒരു കോൺഫിഡൻസും വളരെയധികം ഉയർത്താനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ നല്ല നല്ല കിടിലൻ സേവുകളൊക്കെ ഈ ഒരു മത്സരത്തിൽ ഉണ്ടായിരുന്നു. സോ ഡേവിഡ് റായയുടെ ഭാഗത്തു നിന്ന് ഒരു 5 സ്റ്റാർ പെർഫോമൻസ് തന്നെ ഈ ഒരു മത്സരത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നു. ആൻഡ് മറ്റുള്ള മത്സരങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രീമിയർ ലീഗിൽ ഒരുപാട് മത്സരങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ലിവർപൂളിൻ്റെ മത്സരം ആഴ്സണലിൻ്റെ സമയത്ത് തന്നെ പാരലലി നടക്കുന്നുണ്ടായിരുന്നു ഇപ്സ്വിച്ചിനെതിരെ. പക്ഷേ അവിടെ ഒരു കംഫർട്ടബിൾ 4-1 വിക്ടറിയാണ് ലിവർപൂളിന് കിട്ടിയത്. അതേപോലെ ബേർണ്മൗത്തിൻ്റെയും നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെയും മത്സരം ഉണ്ടായിരുന്നു. മാൻ ഐ റിയലി മിസ് ദാറ്റ് ഗെയിം. ശരിക്കും ആ ഒരു മത്സരം മിസ് ചെയ്തു പോയി. അവിടെ 5-0 തകർപ്പൻ വിജയമാണ് ബേർണ്മൗത്ത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെ നേടിയത്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് അത് വല്ലാത്തൊരു അടി തന്നെയാണ്. ടേബിളിൽ 3ാം സ്ഥാനത്ത് നിന്നിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു അടി വളരെ വല്ലാത്തൊരു അടിയാണ്. ബേർണ്മൗത്ത് 5-0 നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ പൊട്ടിച്ചു വിട്ടത്. അതിനൊക്കെ ശേഷം സിറ്റി വേഴ്സസ് ചെൽസി മാച്ച് ഉണ്ടായിരുന്നു. അത് അൺഫോർച്ചുനേറ്റ്ലി ലൈവ് കാണാൻ പറ്റിയില്ല. മത്സരം 3-1 സിറ്റി വിജയിച്ചത്. സോ മത്സരത്തിൽ ആദ്യം നോക്കി കഴിഞ്ഞാൽ അവരുടെ ലൈനപ്പ് കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ തന്നെ സിറ്റിയുടെ ലൈനപ്പിൽ ഒമർ മർമൂഷും ക്യൂസിനോവും 2 പുതിയ സൈനിങ്സ് ആയുള്ള പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെൽസിയുടെ ആദ്യത്തെ ലീഡിങ് ഗോൾ നേടുന്ന ക്യൂസിനോവിൻ്റെ മിസ്റ്റേക്കിലൂടെയാണ്. ഒരു മിസ്ടൈംഡ് ഹെഡറിൽ നിന്നാണ് മെഡ്യൂക്കി ഗോൾ നേടുന്നത്. അതിനുശേഷം ഉടനെ തന്നെ അദ്ദേഹം യെല്ലോ കാർഡും വാങ്ങുന്നുണ്ട്. സോ അതിനൊക്കെ ശേഷം സിറ്റി ഒരു തിരിച്ചറിവ് നടത്തുകയായിരുന്നു. ആദ്യം ഗ്വാർഡിയോൾ വഴിയായിരുന്നു ഈക്വലൈസിങ് ഗോൾ നേടിയത്. അതിനുശേഷം ഹാലൻഡ് വഴി ഗോൾ നേടി. ആൻഡ് അവസാനം ഒരു 87 മിനിറ്റ് എത്തിയപ്പോൾ ഫിൽ ഫോഡൻ വഴി ആ ഒരു ഗെയിം അങ്ങ് സീൽ ചെയ്ത് വിടുകയായിരുന്നു സിറ്റി ചെയ്തിരുന്നത്. സോ ഈ മത്സരത്തിൽ എനിക്ക് ആ ഒരു മത്സരത്തിൽ റീപ്ലേസും കാര്യങ്ങളും കണ്ടപ്പോൾ മനസ്സിലായത് ചെൽസിയുടെ ബാക്ക് ലൈൻ അത്യാവശ്യം ഈ ഒരു മത്സരത്തിൽ ശോകമായിരുന്നു എന്നുള്ളതാണ്. എസ്പെഷ്യലി ആ സെൻട്രൽ ഡിഫെൻസീവ് പെയർ ചലബോയും കോൾവിയിലും ഉള്ള പ്ലേയേഴ്സുള്ള സെൻട്രൽ ഡിഫെൻസീവ് പെയറിങ് അത്ര അങ്ങോട്ട് ശോഭിച്ചില്ല ഈ ഒരു മത്സരത്തിൽ എന്നുള്ളതാണ്. കാരണം 3 ഗോളുകളിലും ആ ഒരു സെൻട്രൽ ഡിഫെൻസീവ് ലൈനിൻ്റെ മിസ്റ്റേക്സ് അത്യാവശ്യം വ്യക്തമായിട്ട് കാണാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ലാലിഗയിലേക്ക് നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് വേഴ്സസ് റയൽ വാലഡോലിഡ് മാച്ച് ഉണ്ടായിരുന്നു. അതിൽ കിലിയൻ എംബാപ്പയുടെ ഒരു ഹാട്രിക് മികവിലാണ് റയൽ ഇപ്പോൾ
ടേബിൾ ടോപ്പിൽ നിൽക്കുന്ന 4 പോയിന്റിന്റെ വ്യത്യാസമുണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് ഇപ്പോൾ ടേബിൾ ടോപ്പിൽ നിൽക്കുന്ന റയൽ മാഡ്രിഡിന്. അതുപോലെ തന്നെ സിരിയയിലേക്ക് നോക്കുകയാണെങ്കിൽ നെപ്പോളി വേഴ്സസ് യുവന്റസ് മത്സരം ഉണ്ടായിരുന്നു. സോ PSG നിന്ന് സൈൻ ചെയ്ത കൊലോമാനി വഴി ആദ്യമേ ഗോൾ നേടിയതിന് ശേഷമാണ് 2 ഗോളിന് ഒരു ഗോൾ നേടി യുവന്റസ് ആദ്യം ലീഡ് എടുത്തതിന് ശേഷമാണ് നെപ്പോളി 2 ഗോൾ തിരിച്ചടിച്ച ആ ഒരു മത്സരം സീൽ ചെയ്തത്. സോ എനിവേ അങ്ങനെ ഒരുപാട് നല്ല മത്സരങ്ങൾ ഈ ഒരു ശനിയാഴ്ച നടന്നിരുന്നു എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഈ ഒരു ആർസണൽ മാച്ചാണ് ലൈവായിട്ട് കാണാൻ സാധിച്ചത്. ബാക്കിയുള്ള മത്സരങ്ങളൊക്കെ നമ്മൾ റീപ്ലേയും കാര്യങ്ങളൊക്കെയാണ് കാണാൻ സാധിച്ചത്. എനിവേ ഈ കഴിഞ്ഞ മത്സരങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഒരു ഗ്രോയിങ് സ്റ്റേജിലാണ്. ആൻഡ് അതുപോലെ നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യുക. സോ നമ്മുടെ ചാനലിൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് ബെറ്റർ ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും നിങ്ങളിലൂടെ എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.